ഒരിക്കലെങ്കിലും തലവേദന വരാത്തവർ നമുക്കിടയിൽ വളരെ ചുരുക്കമായിരിക്കും. ചിലർക്ക് അടിക്കടി തലവേദന ഉണ്ടാകുന്നു. ഇത് മൈഗ്രെയിൻ മൂലമുള്ളതാണോ അതോ സാധാരണ തലവേദനയാണോ? എങ്ങനെ കണ്ടെത്താം? നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ. ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ എന്ന അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ? ശക്തമായ പൾസേറ്റിംഗ് തലവേദന, തലയുടെ ഒരു വശത്തും തുടങ്ങി തല മൊത്തം വ്യാപിക്കുക, ഒപ്പം തന്നെ ഓക്കാനം, ഛർദി, കാഴ്ച മങ്ങൽ, ക്ഷീണം എന്നിവ കൂടി കാണാം. ചിലവർക്കാണെങ്കിൽ അമിതമായ സൗണ്ട്, ലൈറ്റ്, സ്മെല്ലിനോടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. മൈഗ്രെയിനിന്റെ കാരണങ്ങൾ അഥവാ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫാമിലി ഹിസ്റ്ററി. അച്ഛനും അമ്മയ്ക്കും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടുതലായി സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക്, ഉറക്കക്കുറവുള്ളവർക്ക്, ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറയുമ്പോൾ, അമിതമായി വെയിൽ കൊള്ളുക, ഫോൺ യൂസ് കൂടുമ്പോൾ, ചില പ്രത്യേക ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ്, ചീസ്, നട്ട്സ്, കൊക്കക്കോള, ഓറഞ്ച് എന്നിവ കൂടി കാരണങ്ങളാണ്. ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ പീരിയഡ്സിന് തൊട്ടു മുമ്പേ തലവേദന ഉണ്ടാകുന്നത്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നവർക്ക് ആ മാസങ്ങളിൽ കൂടുതലായി തലവേദന വരുന്നവർ. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇത് ഭേദമാക്കാവുന്നതാണ്.